ഇന്ന് ഞാനുണ്ടല്ലോ കറി വയ്ക്കുന്നത് നമ്മുടെ ബ്രൊക്കോളിയും മുട്ടയും കൂടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ബ്രൊക്കോളിയും പൊട്ടിക്കാനായിട്ട്. അതേപോലെ തന്നെ വേറെ കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ കാണണമെങ്കിൽ യൂണിക് ഫാമിലി എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും കേട്ടോ. നോക്കിയേ, നമ്മുടെ കോളിഫ്ലവറും മുട്ടയും തോരനും ഇതാ റെഡി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ, വായോട്ടാ. അപ്പോൾ ഞാനുണ്ടല്ലോ ഇതാ നമ്മുടെ പൊട്ടിച്ച് കൊണ്ടുവന്ന ബ്രൊക്കോളിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ ബ്രൊക്കോളിനാകുമ്പോൾ ഇലയൊക്കെ നമുക്ക് അരിഞ്ഞിടാം. മേടിക്കുമ്പോൾ നമുക്ക് ഇലയൊന്നും മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഈ ഇലയൊക്കെ അരിഞ്ഞിട്ടിട്ടാണ് നമ്മൾ എന്താ പറയുക ബ്രൊക്കോളിയിലും മുട്ടയും കൂടിയിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാബേജും പോലെ തന്നെ ഇതിൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. തണ്ട് കുറച്ച് മൂത്തത് നമ്മൾ കളയും, ബാക്കിയുള്ള എല്ലാ തണ്ടും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം ഞാനിതാ ഇലയൊക്കെ ഇങ്ങനെ വേറെ തിരിച്ചെടുത്തിട്ട് ഇല ആദ്യം നമുക്ക് നുറുക്കിടാം. ഇത്തിരി നീളത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ നുറുക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം വാടി വരുമ്പോൾ അറിയാമല്ലോ, ഇലയാകുമ്പോൾ അത് ഭയങ്കരമായിട്ട് ചെറുതായി പോകും. അതുകൊണ്ടാണ് നമ്മൾ നുറുക്കിയിടുന്നത്. പിന്നെ തണ്ടുകളൊക്കെ ഇതാ, ഈ തണ്ടുകളൊക്കെ ഇതേ നമ്മളിങ്ങനെ നടുപൊളിച്ച് ഇതേപോലെ അരിഞ്ഞിടും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വേർതിരിച്ച് നമ്മളിടും കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ ബ്രൊക്കോളി നന്നാക്കി എടുക്കുക. അപ്പോൾ ബ്രൊക്കോളി നോക്കിയാൽ നമ്മളിതാ ഇതേപോലെ ആയിട്ടോ ഇലയും തണ്ടും എല്ലാം കൂടി ഇതാ ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതാ ചൂടുവെള്ളം ഞാനിതേ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നോക്കിയാൽ 2 കോഴിമുട്ട, അതേപോലെ എരിവിനനുസരിച്ച് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള വെളുത്തുള്ളി പൊറ്റി, പിന്നെ പകുതി സവോള. അതിൽ നമുക്ക് ഇതെല്ലാം അത് നമുക്കിതാ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം കേട്ടോ. പച്ചമുളക് നോക്കി നമ്മൾ ഇതേപോലെ ചെറുതാക്കി വട്ടത്തിലായിട്ട് നുറുക്കിയെടുക്കണേ. ഇഞ്ചിയും അതേപോലെ തന്നെ നല്ല പൊടിയായിട്ടായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് വെളുത്തുള്ളി അരിയാം. വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറുതാക്കി നോക്കുക. നമ്മളിതാ തീ കത്തിച്ചൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നു, അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആദ്യം വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറുതായിട്ടൊരു കളർ ഇങ്ങനെ വന്ന് തുടങ്ങുന്ന ആ ഒരു സമയം കേട്ടോ വെളുത്തുള്ളിയുടെ. അതിൻ്റെ ഒപ്പം നല്ല മണം വരും. വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലൊരു മണം വന്ന് തുടങ്ങി. ഈ സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒപ്പം തന്നെ നമുക്കതിലേക്ക് നമ്മുടെ സബോളയാണ് ഇട്ട് കൊടുക്കണേ. സബോള ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് സബോളയുടെ ആ വെള്ള കളർ വിടാനും പാടില്ല, എന്നാൽ ആ ഒരു കടിക്കുമ്പോഴുള്ള ഒരു പച്ചപ്പില്ലേ അത് ഉണ്ടാവാനും പാടില്ല കേട്ടോ. ആ ഒരു സമയം വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ ബ്രൊക്കോളി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമൊന്നുമില്ലാതെ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഇത്രയോളം കുരുമുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തീ കുറവിൽ കേട്ടോ, അധികം തീയൊന്നും ആവരുത്. തുടക്കം ഒന്ന് കൂട്ടി വയ്ക്കാം. ഒന്ന് നന്നായിട്ട് ആവി വരുന്ന കാണുമ്പോൾ തീ കുറച്ച് ഒരു 4 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ.
ഇപ്പം ഞാൻ നല്ല തീ കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ മൂടി വെക്കുകയാണ്. നന്നായിട്ടൊന്ന് ആവി വരുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ തീ കുറച്ച് വെച്ചോളൂ കേട്ടോ. ഇതാ നോക്കിയാൽ നന്നായിട്ട് ആവി വന്നു തുടങ്ങി. ആ സമയത്ത് നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. കാരണം ബ്രൊക്കോളിനൊക്കെ പെട്ടെന്ന് വേവേ. അപ്പോൾ ഇതാ 4 മിനിറ്റ് നമ്മളിതാ മൂടി വെച്ചു. ഇതാ ബ്രൊക്കോളിയും വെന്തു. ശരിക്കും 4 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ നുറുക്കണ കഷ്ണത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. അത്ര അധികം വേവേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ ഈ ബ്രൊക്കോളിനെ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനിതാ മുട്ട ഉടച്ച് വയ്ക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ കോഴിമുട്ട തന്നെയാണ് കേട്ടോ അത്. നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ വെക്കാം കേട്ടോ. ഇങ്ങനെ ഇരിക്കട്ടെ. ഒന്നിങ്ങനെ വെക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മറിച്ചിടുക. അപ്പോൾ മുട്ട അധികം എന്താ പറയുക കുഞ്ഞു കഷ്ണങ്ങളാവില്ല. അത്യാവശ്യം ഇതുമ്പോൾ പിടിച്ചിട്ടുള്ള നല്ല വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് കിടക്കും. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇതാ ഒരു തരിയും കൂടി നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേ കണ്ടോ 2 നുള്ള് ഇട്ട് കൊടുത്ത് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ തീ കത്തിക്കില്ല. എന്നിട്ട് ഇതാ വെറുതെ ഒന്നും കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ തന്നെ കോഴിമുട്ടയിലേക്കൊക്കെ ഈ ബ്രൊക്കോളിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ ഇട്ട് വെറുതെ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല രസമാണ്. നല്ലൊരു ടേസ്റ്റ് എന്താ പറയുക ഒരു പ്രത്യേകമാണോ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇല മാത്രം തന്നെ ഇട്ടാൽ മതി. ബ്രൊക്കോളിന് തന്നെ ആവണമെന്നില്ല. ബ്രൊക്കോളിൻ്റെ ഇലയൊക്കെ തോര വയ്ക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ബ്രൊക്കോളി ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷായിട്ടിനെ വിളിക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ രാവിലെ വെച്ച നമ്മുടെ എന്താ പറയുക മാങ്ങക്കറിയും ഉച്ചയിലേക്ക് വേണ്ടി വെച്ചതല്ലേ. അതുപോലെ നമ്മുടെ സുന്ദരിച്ചീരി എടുത്തിട്ടുണ്ട്. കൂടെ നമ്മുടെ ബ്രൊക്കോളി. നല്ല ടേസ്റ്റ് അല്ലേ ഷായിട്ട് ഇതൊക്കെ. നല്ല രസമുള്ളതാ. ഇത് പിന്നെ പറയണ്ടല്ലോ. കണ്ട അടിപൊളി ബ്രൊക്കോളിയുടെ. ഇത് പിന്നെ വെച്ചത് കാണില്ലേ നമ്മള്. നല്ല രസാടാ. നല്ല രസാ. ഞങ്ങൾ സാധാരണ ബ്രൊക്കോളിയൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ മാത്രമേ വയ്ക്കുള്ളൂ. മേടിച്ച് നോക്കാറില്ല. അത് കാരണം ഒരു പ്രത്യേകത ഉള്ളത് തന്നെയാണ് അത്. ബ്രൊക്കോളിയും കാബേജ് കോളിഫ്ലവർ പച്ചക്കറികളെല്ലാം കേട്ടാ. അതായത് ഈ സീസണിൽ നമുക്ക് മഴക്കാലത്ത് തന്നെ തിരി ബുദ്ധിമുട്ട് വരാം. അല്ലാണ്ട് പിന്നെ ഒരു കുഴപ്പം വരില്ല. ആ സമയത്ത് വാഴപ്പിണ്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും ഇതൊന്നും നോക്കിക്കോളാം. ഇത് മേടിക്കാന്ന് വെച്ചാൽ നല്ല വിലയുള്ളതാണ്. അതാണ് അതായത് പരമാവധി നട്ടിട്ട് ഉപയോഗിക്കുക. അതോ നട്ടിട്ട് നമുക്കിപ്പം ബ്രൊക്കോളി ഉണ്ടായില്ലേലും കുഴപ്പമില്ല. എല്ലാം ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് ഇല. ഈ പറഞ്ഞ ഓംപ്ലേറ്റിലൊക്കെ ഇങ്ങനെ നുറുക്കിയിട്ടിട്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോഴേ നല്ല ടേസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ അടിപൊളി. ഇനി കഴിക്കാനായിട്ട്. അപ്പം നിർത്തല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്